അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുറത്ത് കോരിച്ചൊരിയുന്ന നല്ല മഴ. ഉസ്താദും ഉമ്മയും ആകെ ടെൻഷനിൽ നിൽക്കുകയാണ്. നൂർ ഫാത്തിമ പറയുന്നു, കുഴപ്പമൊന്നുമില്ല, പ്രശ്നമാക്കേണ്ട കാര്യമില്ല, അങ്ങനെയൊക്കെ. ഉമ്മാക്കും വളരെയധികം പേടി തോന്നി. നൂർമോളെ, ഇതിന് നീ ഒന്നും പറയരുത്, നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യമാണിത്, അതുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോയേ മതിയാവൂ. ഉമ്മ, അത് സാരല്ല, നമ്മൾ പോകാൻ ഒരുങ്ങുന്ന ആ ടൈമിൽ പോയാൽ പോരെ. വേണ്ട മോളെ, നമുക്ക് പെട്ടെന്ന് പോകാം, അതായിരിക്കും നല്ലത്. മോനെ, നീ വണ്ടി എടുക്കടാ, നമുക്ക് പെട്ടെന്ന് പോകാം. മോളെ, ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യണ്ടേ? നൂർ ഫാത്തിമ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് മുകളിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ ഉമ്മ സമ്മതിച്ചില്ല. മോളെ, ഇനി പോവല്ലേ, ഇവിടെ ഇരിക്കുന്നീയേ, ഇനി കയറല്ലേ. അപ്പോഴേക്കും ഉസ്താദ് ഓടിപ്പോയി അവളുടെ പർദ്ദയും ഹിജാബും എടുത്തു വന്നു. ഇട്ട ഡ്രസ്സിൻ്റെ മുകളിലായിക്കൊണ്ട് നൂർ ഫാത്തിമക്ക് ഉസ്താദ് പർദ്ദയിട്ട് കൊടുത്തു. അതിൻ്റെ മുകളിലായിക്കൊണ്ട് ആ ഒരു മഫ്തിയുടെ മേൽ ഹിജാബും കെട്ടി. ഉസ്താദ് പറഞ്ഞു, ഇനിയൊന്നും പറയണ്ട, വാ നമുക്ക് പോകാം, അതായിരിക്കും നല്ലത്. നാഫിക്ക, അത് പ്രശ്നമല്ല, ഇതൊക്കെ സർവ്വസാധാരണമാണ്. ഉമ്മ പറഞ്ഞു, വേണ്ട മോളെ, ഇനിയും പിടിച്ചു നിൽക്കണ്ട. അപ്പോഴേക്കും ഉപ്പ പള്ളിയിൽ നിന്ന് വന്നിരുന്നു. ഉമ്മ കാര്യങ്ങൾ പറഞ്ഞു. എന്നാ നിങ്ങൾ ചെല്ലി, ഞാനിതാ വരുന്നു. മോനെ, വേഗം പോയിക്കോ, ഉപ്പ അവനെ നിർബന്ധിച്ചു. നൂർ ഫാത്തിമ അതാ നടക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവൾക്ക് വീണ്ടും ഒരു അസ്വസ്ഥത. ഉസ്താദ് അവളെ കോരിയെടുത്തു. അതാ കാറിനടുത്തേക്ക് ചെല്ലുന്നു. അപ്പോഴേക്കും ഉമ്മ ഡോറ് തുറന്നു കൊടുത്തു. നൂർ ഫാത്തിമയെ അതിൽ ചാരിക്കിടത്തി. ഉമ്മയും പെട്ടെന്ന് പർദ്ദയിട്ടുകൊണ്ട് അതാ കാറിൽ കയറിയിരുന്നു. ഉസ്താദ് പെട്ടെന്ന് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അതാ നേരെ ഹോസ്പിറ്റലിലേക്ക്. ഇതുവരെ എവിടെയും കാണിച്ചിട്ടില്ല, അതുകൊണ്ട് ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ ഇന്ന് കാണിക്കണം എന്ന് കരുതിയതായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെയെല്ലാം ഉണ്ടായത്. പെട്ടെന്ന് തന്നെ ഉസ്താദ് വളരെയധികം സ്പീഡിൽ കാർ ഓടിക്കുന്നു. ഉസ്താദ് ഇടയ്ക്കിടെ ചോദിച്ചു കൊണ്ടിരുന്നു, നൂർമോളെ, എന്തെങ്കിലും ക്ഷീണമുണ്ടോ? ഹേയ്, ഇല്ല. മോളെ, വെള്ളം വേണോ? ഉമ്മ ചോദിക്കുന്നു. വേണ്ട ഉമ്മ, കുഴപ്പമൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ അതാ ആ കാർ ഹോസ്പിറ്റലിൻ്റെ മുറ്റത്തേക്ക് കയറുന്നു, അത്യാഹിത വിഭാഗത്തേക്ക്. അതാ പെട്ടെന്ന് വീൽ ചെയറുമായി ഹോസ്പിറ്റൽ അധികൃതർ വരുന്നു. അപ്പോഴേക്കും ഉമ്മ കാര്യങ്ങളെല്ലാം പറഞ്ഞു. നേരെ ലാബ് റൂമിലേക്ക്. ഉസ്താദും ഉമ്മയും അക്ഷമരായി അതാ പുറത്ത് നിൽക്കുകയാണ്. അവർ ഓരോ ദിക്റുകളും ദുആകളും ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അല്ലാ, കാത്തു രക്ഷിക്കണേ അല്ലാ, ഒന്നും സംഭവിക്കരുതേ അല്ലാ. ഉമ്മാക്കും ആകെ ടെൻഷൻ, നാഫി ഉസ്താദിന് അതിലേറെ ടെൻഷൻ. അപ്പോഴേക്കും അതാ ഉപ്പയും എത്തിയിട്ടുണ്ട്. എന്തായിരിക്കും സ്ഥിതി? ഒന്നും അറിയുന്നില്ല പഠിച്ചോനെ. അല്ലാ, ഉമ്മ പൊട്ടിക്കരയുകയാണ്. അല്ലാ, എൻ്റെ നാഫി മോൻ്റെ ശേഷം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു അതിഥിയാണല്ലാ, നീ ഞങ്ങൾക്കത് തരണം റഹ്മാനെ. ഉസ്താദ് ഉമ്മയെ സമാധാനിപ്പിച്ചു. ഉമ്മ, അള്ളാഹു ഉണ്ടല്ലോ നമുക്ക്, പിന്നെന്തിനും ഉമ്മ ടെൻഷനാകുന്നത്? ഉസ്താദിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ അത് പുറത്ത് കാണിക്കാതെ ഉസ്താദ് പിടിച്ചു നിൽക്കുകയാണ്. പാവം എൻ്റെ നൂർമോളെ വേദന അനുഭവിക്കുന്നുണ്ടാവോ എന്തോ അറിയില്ല. ഹോസ്പിറ്റലിൽ പോകാൻ തന്നെ അവൾക്ക് മടി. അവൾ പറഞ്ഞത് അവർ ആവശ്യമില്ലാതെ വെറുതെ പരിശോധിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് തന്നെയാണത്രേ അവൾ മടിച്ചു നിന്നതും. ലാബർ റൂമിൻ്റെ മുന്നിൽ ഒരുപാട് വിഷമങ്ങൾ നിറഞ്ഞ മുഖങ്ങൾ. പല ആളുകളും പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞ് വരുമെന്നോർത്ത്. മറ്റു ചിലരാകട്ടെ ഓപ്പറേഷന് വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടി ഒപ്പിട്ട് കൊടുക്കുന്ന മറ്റൊരു കൂട്ടർ. വളരെയധികം സങ്കടത്തോടെ നിൽക്കുന്ന സമയത്തായിരിക്കും നഴ്സ് വന്ന് വിളിക്കുന്നത്. പ്രസവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു സന്തോഷം, അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം തന്നെയാണ്. ലാബർ റൂമിൻ്റെ മുമ്പിൽ സന്തോഷങ്ങളും സങ്കടങ്ങളും നിറഞ്ഞ നിമിഷങ്ങൾ മാറി മാറി വരുന്നു എല്ലാവർക്കും. പലരും തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ കയ്യിൽ കിട്ടുമ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടി അതിന് ബാങ്ക് കൊടുക്കുന്ന തിരക്കിലും മധുരം കൊടുക്കുന്ന തിരക്കിലുമാണ്. ആ ഒരു സന്തോഷത്താൽ അവിടെ ലാബ് റൂമിന് മുമ്പിൽ കാത്തിരിക്കുന്നവർക്കെല്ലാം മധുരവും അവർ നൽകുന്നു. എന്നാൽ അതിനിടക്ക് ഞങ്ങളുടെ
പ്രിയപ്പെട്ട കുഞ്ഞ് ഭൂമിയിലേക്കില്ല എന്ന വാർത്ത കേട്ട് കരയുന്നവരുമുണ്ട്. നാഫി ഉസ്താദും ഉമ്മയും ഉപ്പയും ഒരു ഭാഗത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഉസ്താദിന് എന്ത് ചെയ്യണം എന്നറിയുന്നില്ല. ഇരിക്കാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. തീരെ സമാധാനമില്ല. അല്ലാ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ. അള്ളാഹുവേ, എല്ലാം നിന്നെ ഏൽപ്പിക്കാണല്ലാ. നീ എല്ലാം സന്തോഷത്തിലാക്കി തരണം റഹ്മാനെ. ഉസ്താദ് അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് ദ്വാ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷവും ആ നാവ് വെറുതെ നിൽക്കുന്നില്ല. അതെ, ദിക്റുകളും ദുആകളും മാത്രം. തൻ്റെ പ്രിയപ്പെട്ട നൂർമോൾക്കൊന്നും സംഭവിക്കരുതേ, തൻ്റെ കുഞ്ഞിനും ഒന്നും സംഭവിക്കരുതേ, അതാണ് ഉസ്താദ് ദ്വാ ചെയ്യുന്നത്. ഉസ്താദ് ലാബർ റൂമിൻ്റെ ആ വാതിലിനടുത്തേക്ക് പോയി ഒരു സിസ്റ്ററെ കണ്ടപ്പോൾ ചോദിച്ചു, മാഡം, നൂർ ഫാത്തിമക്ക് എങ്ങനെയുണ്ട്? ഇപ്പം പറയാം കേട്ടോ, നിങ്ങൾ ഡോക്ടറെ വിളിക്കും. ഓക്കെ. ഉസ്താദ് ആകെ ടെൻഷനായിരിക്കുകയാണ്. അതിലേറെ ടെൻഷൻ. പഠിച്ചോനെ, എന്തൊക്കെയാണ് എനിക്കറിയില്ല. റബ്ബേ, കാത്തുരക്ഷിക്കണേ അല്ലാ. പെട്ടെന്ന് വാതിലിനടുത്ത് അതാ നഴ്സ് പ്രത്യക്ഷപ്പെട്ടു. നൂർ ഫാത്തിമയുടെ കൂടെ നാഫി ഉസ്താദും ഉമ്മയും ഓടിച്ചെന്നു. നിങ്ങളെ ഡോക്ടർ വിളിക്കുന്നുണ്ട്, അകത്തേക്ക് കയറിക്കോളൂ. ഉസ്താദിൻ്റെ ഹൃദയമിടിപ്പ് കൂടിക്കൂടി വന്നു. ആദ്യമായാണ് ഇങ്ങനെയൊരു സ്ഥലത്തേക്ക്. ഉമ്മ, മോനെ, നീ ഭയക്കണ്ട, നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ടല്ലോ, നീ ഭയക്കല്ലേ. ഒരു ചെറു പുഞ്ചിരിയോടെ ഡോക്ടറുടെ മുമ്പിൽ ഇരിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ഉമ്മയും നാഫി ഉസ്താദും അവിടെ ഇരുന്നു. ഡോക്ടർ, നൂർ ഫാത്തിമക്ക് പറയാം, എല്ലാം പറയാം. പിന്നെ നൂർ ഫാത്തിമയുടെ വിഷയത്തിൽ കുറച്ച് റിസ്ക്കാണ്, അതായത് അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമായിരിക്കും. ഇനിയൊരു പക്ഷേ അതുണ്ടായാൽ തന്നെ പ്രയാസമായിരിക്കും. അംഗവൈകല്യമുള്ള കുട്ടികളെയൊക്കെ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മളത് ഒഴിവാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് വൈകിപ്പിക്കാതിരിക്കലാണ് നല്ലത്. പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. ഡോക്ടറെ, അതിപ്പോൾ കുറച്ചൊക്കെ ആയില്ലേ? അതെ, 3-ാം മാസത്തിലേക്ക് കടന്നിട്ടുണ്ട്. അതേ ആയിട്ടുള്ളല്ലോ. കുഞ്ഞിന് കുറച്ചുകൂടി വളർച്ചയെത്തിയിട്ട് 5-6 മാസമൊക്കെ ആകുമ്പോൾ ഇതിലേറെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം പിന്നെ അത്ര കുഴപ്പമില്ല, മരുന്ന് കൊണ്ട് പോകുന്ന കേസേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ DNC അങ്ങനെയൊക്കെ നോക്കേണ്ടി വരും. അത് തന്നെ നോക്കട്ടെ എന്നാണ്. അതിലുമ്മ ചോദിച്ചു, ഡോക്ടറെ, ഇത് നിൽക്കാനുള്ള മരുന്നൊന്നുമില്ലേ? അല്ല, നിൽക്കാനുള്ള മരുന്നില്ലായിട്ടല്ല, പക്ഷെ അതല്ല, ഇതിങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കാതിരിക്കലാണ് നല്ലത്. അതാണ് നിങ്ങൾക്കും എനിക്കും നല്ലത്. ഉസ്താദ് ചോദിച്ചു, ഡോക്ടറെ, എനിക്ക് അവളെ ഒന്ന് കാണാൻ പറ്റുമോ? പ്രവേശനമില്ല സാധാരണയായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കാണാം, വരൂ. ഉമ്മ ഇവിടെ ഇരുന്നോളൂ കേട്ടോ, തൽക്കാലം ഇപ്പോൾ വരണ്ട, ഒരാൾക്കേ പ്രവേശനമുള്ളൂ. ഡോക്ടറുടെ കൂടെ ഉസ്താദ് നൂർ ഫാത്തിമ കിടക്കുന്ന ആ ഭാഗത്തേക്ക് പോകുന്നു. ഇളം നീല നിറത്തിലുള്ള ഒരു ഡ്രസ്സൊക്കെ ധരിച്ചുകൊണ്ട് അവിടെ കിടക്കുന്നു. ഉസ്താദിന് ആ രംഗം കണ്ടപ്പോൾ ഹൃദയം പൊട്ടിപ്പോയി. പഠിച്ചോനെ, പരീക്ഷിക്കല്ല നാഥാ. നൂർ ഫാത്തിമ, കണ്ണു തുറക്കൂ, നിൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. നാഫിക്ക എന്ന് പറഞ്ഞ് നൂർ ഫാത്തിമ എഴുന്നേൽക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ഹേയ് നൂർ മോളെ, എണീക്കല്ലേ, കണ്ടില്ലേ ഗ്ലൂക്കോസ്. ഹോ, ഹസ്ബൻഡിനെ കണ്ടപ്പോഴേക്കും എണീറ്റ് പായുകയാണോ? അല്ല, എപ്പോഴാണ് ബ്ലീഡിങ് തുടങ്ങിയത്? അത് ഇന്ന് പുലർച്ചെയാണ് ഞങ്ങൾ കണ്ടത്. ഓഹോ, അപ്പോൾ ഗർഭിണിയാകുമ്പോൾ കുറച്ചൊക്കെ റെസ്റ്റ് എടുക്കണം എന്നുള്ള കാര്യം ഒന്നും നിങ്ങൾക്കറിയില്ലേ? നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ആകുമ്പോഴൊക്കെയാണ് എല്ലാം ക്ലിയർ ആവുള്ളൂ. പക്ഷേ ഇത് പിന്നെ ശ്രദ്ധിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് വിഷയങ്ങൾ. ഇത് തൽക്കാലം കൊണ്ട് ഒഴിവാക്കുകയാണ് നല്ലത്. ഉസ്താദിന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. നൂർ ഫാത്തിമ ഞെട്ടിപ്പോയി. നോ, വേണ്ട ഡോക്ടറെ, എനിക്കെൻ്റെ കുഞ്ഞിനെ വേണം. നൂർ ഫാത്തിമ, നീ എന്താ ഇങ്ങനെ? കുഴപ്പമുള്ള കുട്ടികളൊക്കെ ഉണ്ടായി എന്ത് ചെയ്യുക? അംഗവൈകല്യമുള്ള കുട്ടികളൊക്കെ കൊണ്ട് നടക്കാൻ കഴിയുമോ? അതാണ് ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് ടൈം ഇപ്പോഴെന്നെ അങ്ങോട്ട് ഒഴിവാക്കി കളയാം. കുട്ടികൾ ഇനിയും ഉണ്ടാവും, പക്ഷേ ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയ കേസൊക്കെ വെച്ചുകൊണ്ട് നിൽക്കണേ വല്ല കാര്യമുണ്ടോ? ഡോക്ടറെ, നോ, ഒരിക്കലും അങ്ങനെ ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, സത്യമായിട്ടും. നാഫിക്ക, പറയോ? വേണ്ടട്ടോ. നാഫി ഉസ്താദ് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, അതൊക്കെ ശരിയായിക്കോളും, ഇതിപ്പോൾ തുടക്കമല്ലേ, അപ്പോൾ അതൊക്കെ റെഡിയായി വരുന്നേയല്ലേ ഉള്ളൂ.
എത്ര മാസമുണ്ട് ഇനി? 9 മാസത്തോളല്ലേ? അപ്പോഴേക്കും എല്ലാം റെഡിയായി വന്നോളൂ. ഡോക്ടർ പറഞ്ഞു. ആഹാ, നിങ്ങളാൾ കൊള്ളാലോ. കാരണം എല്ലാവർക്കും പേടിയാണ് ഇപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് എടുത്ത് കളയാനാണ് ശ്രമിക്കുക. നിങ്ങളിപ്പോൾ ഇത് വെച്ചുകൊണ്ട് നിൽക്കുകയാണോ? ഡോക്ടറെ, അത് സാരല്ല, അത് ഞങ്ങൾ ഒഴിവാക്കാൻ പാടില്ല ഡോക്ടറെ, അങ്ങനെ ചെയ്യാൻ പാടില്ല ഉസ്താദ് ഡോക്ടറോട് പറഞ്ഞു. ആ, എന്നാൽ പിന്നെ നിങ്ങൾ ഇഷ്ടം പോലൊക്കെ ചെയ്യേ, എന്നാൽ പിന്നെ ഹോസ്പിറ്റലിൽ വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്ത് ഇപ്പോൾ തന്നെ പോകണമെന്നുണ്ടെങ്കിൽ പോകുകയും ചെയ്യാം. പക്ഷേ ഇത്തരത്തിലുള്ള കേസുകളൊക്കെ ഞങ്ങൾ പെട്ടെന്ന് DNC ചെയ്ത് ഒഴിവാക്കാറാണ് പതിവ്. നിങ്ങൾക്കിത് പാരൻസിന് അതിനോട് താല്പര്യമില്ലെങ്കിൽ അപ്പോൾ പിന്നെ അങ്ങനെയുള്ള കുട്ടികളെ നോക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഓക്കെ, ഞാൻ മെഡിസിൻ എഴുതി തരാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഈ കുട്ടിയെ വേണമെന്നുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുകയും വേണം. അതുമാത്രമല്ല, കട്ടിൽ താഴെ ഇഷ്ടിക എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് തല കീഴായി കിടക്കണം. അതൊരു 5 മാസത്തോളം അങ്ങനെ കിടക്കേണ്ടി വരും. അത് കഴിഞ്ഞും വളരെയധികം ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ കുട്ടി നല്ല നിലയിൽ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ അത് തന്നെ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയ കേസൊക്കെ പെട്ടെന്ന് ഒഴിവാക്കുകയാണ് നല്ലത്. വെച്ചുകൊണ്ടെന്നാൽ അതിലേറെ പ്രശ്നമാവും എന്നുള്ളത്. ഇനി ഞാനൊന്നും പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടമല്ലേ, നിങ്ങളുടെ കുഞ്ഞല്ലേ. നൂർ ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. ഉസ്താദ് ഡോക്ടറിൻ്റെ കൂടെ അതാ പുറത്തേക്ക് ഇറങ്ങി. ഉമ്മ ചോദിച്ചു, എന്താ കാര്യങ്ങൾ? അതെ, പിന്നെ ഞാൻ ഇവരോട് 2 പേരോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കുഞ്ഞാണ്, നിങ്ങൾ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിഷമം അനുഭവിക്കേണ്ടി വരിക. അപ്പോൾ കേസ് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒഴിവാക്കണം നല്ലത് ഞാൻ പറഞ്ഞു. ഇനി അതല്ല, അങ്ങനെ അല്ലെങ്കിൽ അതിന് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം, ഡിസ്ചാർജ് ചെയ്തെന്ന് തന്നെ ഞാൻ തരാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് അങ്ങനെ പോയിട്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള ജീവിതം അല്ലെങ്കിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നോക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് യാതൊരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള കേസുകൾ ഞാൻ എല്ലാം അങ്ങനെയാണ് ചെയ്യാറുള്ളത്, അത് പിന്നെ വെച്ചേക്കാറില്ല. ഉസ്താദിൻ്റെ ഉമ്മക്കും ആകെ വിഷമമായി. അതും പറഞ്ഞ് ഡോക്ടർ അതാ അകത്തേക്ക് പോയി. ഉസ്താദും ഉമ്മയും വീണ്ടും പുറത്ത് ആ ഒരു ചെയറിൽ വന്നിരുന്നു. ഉമ്മ, ഇനി എന്താ ചെയ്യുക? എന്താണ് ചെയ്യേണ്ടത്? മോനെ, എന്ത് ചെയ്യാനേ? നമുക്ക് ഒന്നും ചെയ്യാനില്ല. അള്ളാഹു നമുക്ക് നൽകിയതല്ലേ, അള്ളാഹു നമുക്ക് നൽകിയത് 2 കൈയും നീട്ടി സ്വീകരിക്കണം എന്നാണല്ലോ. ഒരിക്കലും നമ്മളത് ഒഴിവാക്കാനേ പാടില്ല, ഭയങ്കര ശിക്ഷയാണതിന്. ശരിയാണുമ്മ, നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകാം. അത് അങ്ങനെയുള്ള കുട്ടികളെ ഒഴിവാക്കി കളഞ്ഞാൽ അതിൻ്റെ ശിക്ഷ എന്തായിരിക്കുമെന്ന് അറിയില്ലേ. നമുക്കൊരിക്കലും പരലോകത്തെത്തിയാൽ സ്വർഗത്തിലേക്ക് പ്രവേശനം ഉണ്ടാവില്ല. ഈ കുഞ്ഞുങ്ങൾ ഉറക്കെ വിളിച്ച് പറയുമത്രേ, ഞങ്ങളെ മാതാപിതാക്കൾ ഞങ്ങളെ ജീവിക്കാൻ ഈ ഭൂമിയിലേക്ക് വരാൻ സമ്മതിച്ചില്ല, അതുകൊണ്ട് അവരെ സ്വർഗത്തിൽ കയറ്റരുത് എന്നൊക്കെ പറയുമത്രേ. ഉമ്മ, വേണ്ട, നമ്മുടെ കുഞ്ഞല്ലേ, ഒരിക്കലും ഉപേക്ഷിക്കണ്ട. വേണ്ട മോനെ, നമുക്ക് പോകാം വീട്ടിലേക്ക്. നമുക്ക് അള്ളാഹു എങ്ങനെയാണ് വിധിച്ചയച്ചാൽ അത് വരും, എന്നാലും ആ കുഞ്ഞിനെ ഒഴിവാക്കരുത്. ഉസ്താദ് ലാബ് റൂമിൻ്റെ അടുത്തേക്ക് വീണ്ടും ചെന്ന് സിസ്റ്ററോട് പറഞ്ഞു. അതെ, നൂർ ഫാത്തിമയെ ഡിസ്ചാർജ് ആക്കണം. ശരി, ഞാൻ ഡോക്ടറോട് പറയാം. നൂർ ഫാത്തിമ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അത് മറ്റൊന്നും കൊണ്ടുമല്ല, ഞാൻ ഇതുവരെയും കാത്തു സൂക്ഷിച്ച എൻ്റെ കുഞ്ഞ്, പഠിച്ചോനെ, ഇല്ല, ഒരിക്കലും ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. കരുതി കൂട്ടിക്കൊണ്ട് ഒരിക്കലും ഞാൻ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കില്ല. അല്ലാ, നീ എനിക്ക് നൽകിയ അനുഗ്രഹമാണത്. ഈ ഒരു കുഞ്ഞിൻ്റെ കാരണം കൊണ്ടാണ് എൻ്റെ വീട്ടുകാർ വരെ എന്നോട് മിണ്ടിയത്. അതെ, എൻ്റെ മമ്മയുടെയൊക്കെ അസുഖം മാറിയതും എൻ്റെ മമ്മ എന്നെ സന്തോഷത്തോടു കൂടി പറഞ്ഞയച്ചതും എല്ലാം ഈ ഒരു കുഞ്ഞുണ്ടായതിന് ശേഷമാണല്ലോ. അള്ളാഹുവേ റഹ്മാൻ, എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കരുതേ. നൂർ ഫാത്തിമ അള്ളാഹുവിനോട് ദുആ ചെയ്തു. അപ്പോഴേക്കും ഡോക്ടർ DNC ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കുവാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഒരിക്കൽ കൂടി ഉസ്താദിനെ അതാ ഡോക്ടർ വിളിക്കുന്നു. അത് അവസാനമായിട്ട് ഞാൻ ഒന്നുകൂടി പറയാണ്, നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പോകണമെന്ന് പറയുന്നുണ്ടല്ലോ, ഓക്കെ പോയിക്കോളൂ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ പേരിൽ പിന്നെ നിങ്ങൾ ഒരു വേദന അനുഭവിക്കേണ്ട ആളുകളായിരിക്കും. അതുകൊണ്ട് വെറുതെ വെച്ചുകൊണ്ട് നിൽക്കേണ്ട, കുട്ടികളെ ഇനിയും ഉണ്ടാകും. അപ്പോൾ ഇത് അങ്ങോട്ട് ഒഴിവാക്കി കളയാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റത്തെ കുഞ്ഞായതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ തോന്നുന്നത്, അതൊക്കെ പിന്നീടങ്ങ് മാറിക്കോളും.
ഡോക്ടറെ, അത് വേണ്ട, ഞങ്ങൾക്കത് അനുവദനീയമല്ല. ഓഹോ, അങ്ങനെയാണല്ലേ. അപ്പോൾ ഏത് കുട്ടികളെയും സംരക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അതെ ഡോക്ടറെ, ഏത് കുട്ടികളെയും, അള്ളാഹു തന്നെ ഏത് കുഞ്ഞുങ്ങളെയും ഞങ്ങൾ സംരക്ഷിക്കും. അത് ഞങ്ങളുടെ ബാധ്യതയാണ്. അല്ലാതെ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേറ്റഡ് വിഷയം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ആ കുട്ടിയെ ഒഴിവാക്കി കളയാൻ ഞങ്ങൾക്ക് അനുവദനീയമല്ല ഡോക്ടറെ. അതുകൊണ്ടാണ്. ഓഹോ, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. ദാ, ഞാൻ ഡിസ്ചാർജ് എഴുതുന്നു. മെഡിസിൻ ഞാൻ എഴുതണോ അതോ വേണ്ടയോ? എന്താ വേണ്ടത്? അതോ നിങ്ങളുടെ ഇഷ്ടം പോലെ. അതോ ഇങ്ങനെ ബ്ലീഡിംഗ് ആയി നടക്കുകയാണോ? പറയൂ, അതും നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യാം. ആ ഡോക്ടർക്ക് അല്പം ദേഷ്യം പിടിച്ചിരുന്നു. കാരണം മറ്റൊന്നുമല്ല, അതിന് ഒരു കേസ് നഷ്ടപ്പെട്ട ഒരു സങ്കടം. അവർക്ക് ഇത്ര പ്രസവം എടുത്താലും DNC ഒക്കെ ചെയ്താലും അതിൻ്റേതായിട്ടുള്ള ക്യാഷ് ലഭിക്കുമല്ലോ. അപ്പോൾ ഒന്ന് കുറഞ്ഞു പോയാൽ അത്രക്കും നഷ്ടമല്ലേ എന്ന് കരുതിയിട്ട് എന്തെന്നറിയില്ല, ഡോക്ടർക്ക് വല്ലാത്തൊരു ദേഷ്യമുണ്ടായിരുന്നു. ഡോക്ടറെ, നിങ്ങൾ ബ്ലീഡിങ്ങിനുള്ള മെഡിസിൻ എഴുതിക്കോളൂ. വേണ്ട, ഇവിടെ നിന്ന് ഒന്ന് നടക്കാഞ്ഞാൽ പിന്നെ എഴുതുന്നതിൽ അർത്ഥമില്ലല്ലോ. നിങ്ങൾ വെറും പരിശോധിക്കാൻ മാത്രം വന്നതാണല്ലേ, അല്ലാതെ ഇവിടെ അഡ്മിറ്റ് ആക്കുവാനും അങ്ങനെ ഒന്നല്ല. അപ്പോഴേക്കും ഡോക്ടർ സിസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, നൂർ ഫാത്തിമയുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തോളൂ, അവർ വീട്ടിലേക്ക് പോവാണ്. അപ്പോഴേക്കും ഒരു സിസ്റ്റർ നൂർ ഫാത്തിമയുടെ അടുക്കലേക്ക് വന്നു. അവൾ ധരിച്ചിരുന്ന ആ ഒരു കോട്ടൂരി, അവൾ ഇട്ടിരുന്ന ഡ്രസ്സ് തന്നെ അതാ ഇട്ട് കൊടുക്കുകയാണ്. അതിനിടയ്ക്ക് ആ സിസ്റ്റർ അവളോടെന്തോ പറഞ്ഞു ഇംഗ്ലീഷിൽ. അതിനുള്ള മറുപടി ആയിക്കൊണ്ട് അപ്പോൾ തന്നെ നൂർ ഫാത്തിമ ഇംഗ്ലീഷിൽ അതിനൊരു മറുപടി കൊടുക്കുകയും ചെയ്തു. ആഹാ, അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? സിസ്റ്ററെ, ഞാനൊരു BSc നഴ്സ് തന്നെയാണ്. എനിക്കിതിനെക്കുറിച്ചെല്ലാം അറിയാം. ഈ ഒരു ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ അത് ഒരുപാട് ആളുകൾക്ക് കണ്ടുവരുന്നതാണ് ഈ ഒരു ടൈമിനെന്നല്ല, പ്രസവം ആവോളം ചില ആളുകൾക്കുണ്ടാവും. പക്ഷേ അതൊന്നും കുഴപ്പമില്ല, കേസല്ല, കൂടുതലായിട്ടൊന്നും അല്ലല്ലോ. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ ഒരു 4 മാസം വരെ ചില ആളുകൾക്കുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ റെഡിയാവും. അതുകൊണ്ട് ഞാനിതെല്ലാം പഠിച്ചതും ഇതെല്ലാം ചെയ്തതുമാണ്. അത് കേട്ടപ്പോൾ ശരിക്കും ആ സിസ്റ്റർ ഞെട്ടിപ്പോയി. സിസ്റ്റർ ഡോക്ടറുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, അതേ, നമ്മളെ പേഷ്യൻ്റ് ഉണ്ടല്ലോ നൂർ ഫാത്തിമ, അവൾ BSc നഴ്സാണ്, അവൾക്ക് എല്ലാം അറിയാം. ആഹാ, എന്നിട്ടവൾ പറഞ്ഞില്ലല്ലോ ഇതുവരെ. ഡോക്ടർ പെട്ടെന്ന് തന്നെ അവളുടെ അടുക്കലെത്തി. നൂർ ഫാത്തിമ നഴ്സാണല്ലേ? ഓഹോ, അപ്പോൾ ഞാൻ അറിഞ്ഞില്ല. എവിടെയാണ് വർക്ക് ചെയ്തിരുന്നത്? ഞാൻ മിംസിൽ, അതുപോലെ സൗദി അറേബ്യയിലെ അൽഷിഫ ഹോസ്പിറ്റലിലും വർക്ക് ചെയ്തിരുന്നു. ആഹാ, അപ്പോൾ കാര്യങ്ങളൊക്കെ ഞങ്ങളെക്കാൾ അറിയുന്നത് നിങ്ങൾക്കാണല്ലേ. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ആ ഒരു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അതാ ഹോസ്പിറ്റലിലെ ബില്ല് ഒരുപാടായിട്ടുണ്ട്. അത്രക്കും വലിയൊരു ഹോസ്പിറ്റലിലായിരുന്നു അവർ പോയിരുന്നത്. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ഭയങ്കര ക്യാഷുള്ള ഹോസ്പിറ്റൽ. നൂർ ഫാത്തിമയെ അത്രക്കും സേഫ്റ്റിയിലാക്കാൻ വേണ്ടിയിട്ടാണ് അത്രക്കും സൗകര്യങ്ങളുള്ള ആ ഹോസ്പിറ്റലിലേക്ക് ഉസ്താദ് കൊണ്ടുപോയത്. ഒരു കാര്യത്തിലും അവൾക്കൊരു ബുദ്ധിമുട്ട് വരരുത്. അതുകൊണ്ട് തന്നെ ഉസ്താദും നൂർ ഫാത്തിമയും ഉമ്മയും അതാ കാറിലേക്ക് കയറുന്നു. ഉസ്താദ് നൂർ ഫാത്തിമയുടെ കൈ പിടിക്കാൻ ശ്രമിച്ചപ്പോഴേക്കും നൂർ ഫാത്തിമ പറഞ്ഞു, നാഫിക്ക, കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ നടന്നോളാം. അവരതാ വീട്ടിലേക്ക് തിരിക്കുന്നു. ഉസ്താദിൻ്റെയും ഉമ്മയുടെയും ഭയം വിട്ടുമാറിയിട്ടില്ല. പക്ഷേ നൂർ ഫാത്തിമ നല്ല കൂളാണ്. അവൾക്കതിനെക്കുറിച്ച് യാതൊരു രീതിയിലുള്ള ടെൻഷനും കാര്യങ്ങളും ഒന്നുമില്ല. ഡോക്ടർ പറഞ്ഞ ആ കാര്യത്തെക്കുറിച്ചാണ് എല്ലാവർക്കും ഭയം. അംഗവൈകല്യമുള്ള കുട്ടികളുണ്ടാകും ഇങ്ങനത്തെ വെച്ചുകൊണ്ട് നിന്നാൽ, അതൊക്കെ പെട്ടെന്ന് ഒഴിവാക്കുകയാണ് നല്ലത്. ഡോക്ടറുടെ ആ വാക്കുകൾ ശരിക്കും ഉമ്മക്കും നാഫി ഉസ്താദിൻ്റെയും ചെവിയിലിങ്ങനെ മുഴങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ പാടില്ലല്ലോ, അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളെ കുഞ്ഞ് എങ്ങനത്തതാണെങ്കിലും അള്ളാഹു നൽകുന്നത് നാം സ്വീകരിക്കണം. അതിന് നാം ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ കടുത്ത ശിക്ഷയാണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ആ കുഞ്ഞ് എങ്ങനെയൊക്കെ തന്നെയായാലും ഇൻഷാ അള്ളാഹ് അവരെ നോക്കി വളർത്തണം. നാഫി ഉസ്താദിൻ്റെ മനസ്സിൽ ആവേശം കൂടിക്കൂടി വന്നു. അള്ളാഹുവിനോടുള്ള അടുപ്പവും നൂർ ഫാത്തിമയോടുള്ള ആ ഒരു സ്നേഹവും എല്ലാം കൂടി ആയപ്പോൾ ഒരിക്കലും തൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ നാഫി ഉസ്താദ് തയ്യാറല്ലായിരുന്നു. അവരെല്ലാവരും അതാ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. ഉസ്താദിന് മനസ്സിൽ നല്ല ടെൻഷനുണ്ട്. ഇനി വീട്ടിൽ ചെന്നാൽ എന്തായിരിക്കും? എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ? അല്ലാ, എന്തായിരിക്കും? അതും ശരിക്കൊരു ഗുളിക പോലും ആ ഡോക്ടർ എഴുതിയിട്ടുമില്ല.
അങ്ങനെയാണെങ്കിൽ വേറെ ഡോക്ടർ കാണിക്കണം. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാം? ചില ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ വെറും ബിസിനസ്സാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമുണ്ടാവും. ചിലരാണെങ്കിൽ ഓപ്പറേഷനൊന്നും ഇല്ലാതെ കുഴപ്പമില്ലാതെ പ്രസവിക്കാൻ പറ്റിയിട്ട് പോലും അവർക്ക് കൂടി ഓപ്പറേഷന് വിധേയമാക്കുന്ന ഹോസ്പിറ്റലുകളും ഉണ്ട്. എല്ലാവർക്കും അവരുടെ കാര്യലാഭമായിരിക്കും മെച്ചം. പക്ഷേ അള്ളാഹു ഉണ്ടല്ലോ നമുക്ക്. അള്ളാഹുവിനോളം വലിയൊരു ഡോക്ടർ ഇല്ലല്ലോ. അള്ളാഹുവേ, എൻ്റെ നൂർ ഫാത്തിമയ്ക്ക് യാതൊരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുവാനുള്ള ഭാഗ്യം നീ നൽകണേ റഹ്മാനെ. ആമീൻ. ഉസ്താദ് ആ വാഹനം ഓടിക്കുന്നതിനിടയിൽ ദുആ ചെയ്തു. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.